ശുചിമുറി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കി നൽകാത്ത പെട്രോൾ പമ്പിനെതിരെ സമാനതകളില്ലാത്ത നിയമപോരാട്ടമാണ് ജയകുമാരി ടീച്ചർ നടത്തിയത്. 2024 മെയ് 8 രാത്രി 11 മണി കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴിയാണ് പയ്യോളിയിലെ പെട്രോൾ പമ്പിൽ ജയകുമാരി ടീച്ചർ കയറുന്നത്. പൂട്ടിയിട്ടിരുന്ന ശുചിമുറിയുടെ താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ പമ്പ് ജീവനക്കാർ നൽകാൻ തയ്യാറായില്ല. താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നും അദ്ദേഹം ഇവിടെ ഇല്ലെന്നും മറുപടി. പിന്നീട് പയ്യോളി പോലീസ് എത്തിയാണ് ശുചിമുറി തുറന്നു നൽകിയത്. ഏറ്റവും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഒരു സ്ത്രീ ഒരു വാഷ്റൂം സൗകര്യത്തിന് വേണ്ടി പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയ നീതി നിഷേധം. ശരിക്കും ഇതെല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആക്കേണ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു വാഷ്റൂമിൽ അടിസ്ഥാന ഘടകങ്ങളൊന്നും തന്നെ അവർ പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറയാം. ശുചിമുറി നിഷേധിച്ച പെട്രോൾ പമ്പ് ജീവനക്കാരെ വെറുതെ വിടാൻ ടീച്ചർ തയ്യാറായില്ല. പമ്പ് ഉടമയ്ക്കെതിരെ ജയകുമാരി ടീച്ചർ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു. കമ്മീഷൻ ഇരുകൂട്ടരെയും വിളിച്ച് വിസ്തരിക്കുകയും ചെയ്തു. തുടർന്ന് ചട്ടങ്ങൾ പ്രകാരമല്ല പമ്പ് പ്രവർത്തിച്ചതെന്നും രാത്രി ഒരു സ്ത്രീക്കുണ്ടായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തുകയും പിഴ ചുമത്തുകയുമായിരുന്നു. 1,50,000 രൂപ പിഴയും 15,000 രൂപ കോടതി ചെലവും ചേർത്ത് പമ്പുടമ ആകെ 1,65,000 രൂപ പിഴ അടയ്ക്കണം. രാത്രി ഒരു സ്ത്രീയോട് കാണിച്ച നിരുത്തരവാദിത്വമായ സമീപനമാണ് നിയമ പോരാട്ടത്തിലേക്ക് ജയകുമാരി ടീച്ചറെ നയിച്ചത്. എന്നാൽ ജയകുമാരി ടീച്ചറുടെ പരാതി നിഷേധിക്കുകയാണ് പെട്രോൾ പമ്പ് മാനേജ്മെന്റ്. ഉപഭോക്തൃ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം. ഞങ്ങൾ മേൽക്കോടതിയിലേക്ക് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് ഇതിന്റെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. കാരണം എന്ന് വെച്ചാൽ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്. അവർ വന്ന സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി അതുകൊണ്ട് കൊടുത്തിട്ടില്ല. പക്ഷെ അതിലുള്ള ആവശ്യമായ സാഹചര്യങ്ങൾ ഞങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒരുക്കി കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർ ഗൗനിക്കാതെയാണ് ഈ കേസുമായിട്ട്. ജയകുമാരി ടീച്ചറെ പോലെയുള്ളവരുടെ നിയമ പോരാട്ടങ്ങൾ സമൂഹത്തിന് വലിയ മാതൃകകളാണ്. അടിസ്ഥാനാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കൃത്യമായ നിയമ പോരാട്ടം നടത്തണമെന്ന സന്ദേശമാണ് ടീച്ചർ പകർന്നു നൽകുന്നത്.